മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾ കേരളത്തിന്റെ രാഷ്ട്രീയം ഇന്നൊരു നിർണായക വഴിത്തിരിവിലാണ്. ജനങ്ങൾ ഒരു ഭരണമാറ്റം മാത്രം ആഗ്രഹിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്നത് ദിശാബോധമുള്ള നേതൃത്വമാണ്, വിശ്വാസം നൽകുന്ന ഭരണമാണ്. ജനങ്ങളുടെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് കേരളം കാത്തിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന 3 പേരുകളുണ്ട്: കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ. 3 പേരും 3 രാഷ്ട്രീയ ശൈലികളുടെ പ്രതിനിധികളാണ്. എന്നാൽ ലക്ഷ്യമൊന്നു മാത്രം: കേരളത്തിന്റെ പുരോഗതി. വേണുഗോപാലിനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സംഘടനാ രാഷ്ട്രീയത്തിലെ ഒരു ശാന്തനായ തന്ത്രജ്ഞനെയാണ്. ഡൽഹി രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള, ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ വിശ്വാസം നേടിയ നേതാവ്. വിവാദങ്ങളെക്കാൾ ഏകോപനത്തിന് പ്രാധാന്യം നൽകുന്ന സമീപനം അദ്ദേഹത്തിനുണ്ട്. ഭരണത്തിൽ സ്ഥിരതയും നിയന്ത്രണവും വേണമെന്ന് വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ പേര് പ്രതീക്ഷ നൽകുന്നു. രമേശ് ചെന്നിത്തലയെ നോക്കുമ്പോൾ കാണുന്നത് ഒരു സമര രാഷ്ട്രീയ പ്രവർത്തകന്റെ യാത്രയാണ്. യൂത്ത് കോൺഗ്രസ് കാലം മുതൽ ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്ന നേതാവ്, ഭരണപരിചയവും രാഷ്ട്രീയ പോരാട്ടവുമെല്ലാം ചേർന്ന ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. പ്രതിസന്ധികളിൽ ശക്തമായി പ്രതികരിക്കുന്ന ശൈലി അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു. അതേസമയം വി ഡി സതീശൻ എന്ന പേര് ഇന്ന് യുവതലമുറയുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ ശക്തമായ ശബ്ദം, അഴിമതിക്കെതിരായ കടുത്ത നിലപാട്, പുതിയ രാഷ്ട്രീയ ഭാഷ, ഇതെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. പുതിയ തലമുറയുടെ പ്രതീക്ഷകൾ സംസാരിക്കുന്ന നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തികളല്ല, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ സംസ്കാരമാണ്. ഒരു നേതാവിനെ മാത്രം ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയമല്ല കോൺഗ്രസിന്റെ വഴി. അനുഭവത്തിനും യുവശക്തിക്കും സംഘടനാ കഴിവിനും ഒരുപോലെ വില നൽകുന്ന പ്രസ്ഥാനമാണിത്. കേരളം ഇന്ന് കാത്തിരിക്കുന്നത് അധികാരത്തിന്റെ അഹങ്കാരമല്ല, ജനങ്ങളെ കേൾക്കുന്ന ഭരണമാണ്. വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന സമീപനമല്ല, അഭിപ്രായങ്ങളെ മാനിക്കുന്ന രാഷ്ട്രീയമാണ്. പ്രചാരണങ്ങൾ മാത്രം നടത്തുന്ന സർക്കാരല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന നേതൃത്വമാണ്. ആ നേതൃത്വം ആരായാലും ജനക്ഷേമം മുൻനിർത്തിയുള്ള ഒരു സർക്കാർ കേരളത്തിന് ലഭിക്കണം. അതാണ് ജനങ്ങളുടെ പ്രതീക്ഷ, അതാണ് നാളെയുടെ കേരളത്തിന്റെ സ്വപ്നം.